നമസ്കാരം. ഏകദേശം 2 പതിറ്റാണ്ടിലേറെ അല്ലേ, 1.5 പതിറ്റാണ്ടിലേറെയായിട്ട് ജീവകാരുണ്യ രംഗത്തും മനുഷ്യാവകാശ രംഗത്തും സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ എന്ന ഒരു സംഘടനയുടെ ദേശീയ പ്രസിഡന്റ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ രാജ്യത്ത് തന്നെയുള്ള നിരവധി മനുഷ്യാവകാശ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് ആ കാര്യങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഉടനടി തന്നെ നിയമ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നം സ്വന്തം ജീവിതത്തിൽ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി. അതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള യാത്രകളിൽ ലോകത്തെ മുഴുവൻ അല്ലെങ്കിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യ പ്രശ്നങ്ങളിൽ ഇപ്പം വളരെയധികം നടന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസർ എന്ന മഹാവിപത്ത്. ഇന്ന് എനിക്ക് തോന്നുന്നു ക്യാൻസർ എന്ന് പറയുന്നത് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായി ആചരിക്കണം ലോകം മുഴുവൻ. പണ്ട് കേട്ടുകഴിയുമ്പോഴും ഇല്ലായിരുന്ന ഇത്തരം മാരക രോഗങ്ങൾ ഇന്ന് സജീവമായി നമ്മുടെ ജീവിതത്തെ കടന്നുകൊണ്ടിരിക്കുന്നു. 100 പേരെ എടുത്താൽ അതിൽ 8 പേർക്കും ക്യാൻസർ ഉണ്ട് എന്നുള്ള രീതിയിൽ കേരളത്തിൽ ക്യാൻസറിന്റെ കടന്നുകയറ്റം അതിരൂക്ഷമായി കടന്നു വരുന്ന സാഹചര്യത്തിലാണ് ക്യാൻസറിനെ കുറിച്ചുള്ള ഒരു വലിയ ബോധവൽക്കരണ പരിപാടിയുമായിട്ട് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ നടന്നുകൊണ്ട് അതിന്റെ ദേശീയ പ്രസിഡന്റും അതിന്റെ സ്ഥാപകരുമായിട്ടുള്ള ശ്രീ പ്രകാശ് ചേട്ടാ. എന്നാൽ ഈ 1.5 പതിറ്റാണ്ട് മാത്രമല്ല, ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് മനുഷ്യാവകാശ പ്രവർത്തകർ. ശരിക്കും പല മനുഷ്യാവകാശ പ്രവർത്തകരെയും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും വിഷയമായിരിക്കും അവരെ കടന്നു വരാൻ കഴിയാറുള്ളത്. അതെ, ഒരു ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ജനാധിപത്യ രാജ്യമാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുന്നുള്ള കഠിനമായ ഒരു തപസ്സാണ് നമ്മുടെ ഭരണഘടന കൊണ്ടുവരിക്കുന്നത്. എന്നാൽ ഇവിടെ 1000 കുറ്റവാളികൾ ഇല്ലേ എന്നും എന്താണ് ഈ പരിധികളിലൂടെ രക്ഷപ്പെടുകയും നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു തവണയെങ്കിലും അങ്ങേക്കും അത് അനുഭവിക്കുന്നുണ്ട് അല്ലേ? എന്തായിരുന്നു അന്ന് ഈ ഒരു ഇങ്ങനെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ എന്ന സംഘടനയുടെ രൂപീകരണം ബന്ധപ്പെട്ട് അങ്ങേക്കുണ്ടായ മനുഷ്യാവകാശ ലംഘനം എന്തായിരുന്നു? എനിക്ക് ഗോവയിൽ നിന്നുള്ള ഒരു മനുഷ്യാവകാശ ലംഘനമാണ്. എൻ്റെ പണിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് കുറ്റം ഞാൻ ഏറ്റെടുത്തു. പക്ഷേ ആ കുറ്റത്തിൽ ഞാൻ ആ കേസ് സ്വന്തമായിട്ട് ബാധിച്ചു. അതിന് ജഡ്ജ്മെന്റ് വരുന്നു. വന്നതിന് ശേഷമാണ് ആ ജഡ്ജ്മെന്റാണ് ഞാൻ ആ ഒരു വിജയമുണ്ടല്ലേ. അതിൻ്റെ ഒരു ജഡ്ജ്മെന്റിന്റെ വിജയത്തിലൂടെയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു വലിയ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും വേറായിട്ടുള്ള സംഘടനയാണ്. ഓക്കെ, ഇപ്പം ഈ 2.5 പതിറ്റാണ്ട് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഒരു ചെറിയ ലിസ്റ്റ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു കാര്യം എന്ന് പറയുന്നത് തൻ്റെതല്ലാത്ത കാരണത്താൽ ജീവിതം മുഴുവൻ കോപിക്കേണ്ടി വന്ന ഒരു വിഭാഗമാണ് എൻഡോസൾഫാൻ വിക്ടിംസ്. കാസർഗോഡ് എൻഡോസൾഫാൻ വിക്ടിംസിന്റെ കാര്യത്തിൽ നമ്മൾ ഇവിടുത്തെ മനുഷ്യാവകാശ സംഘടനകളൊക്കെ എന്ത് ചെയ്യുന്നത് പലപ്പോഴും മലനാട്ടിൽ അന്വേഷിച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ അവരുടെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിനെ കൊണ്ടൊരു ശ്രദ്ധ എടുക്കുന്നത്, അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ വിവിധ മനുഷ്യാവകാശ പ്രവർത്തകരെ അവിടെ എത്തിക്കുന്നതില്ലേ മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയടക്കം അവിടെ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. എന്തൊക്കെയാണ് ആ പ്രവർത്തനം? നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ശ്രദ്ധയിൽ അന്നത്തെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ചെയർമാൻ ഫോർമർ ചീഫ് ജസ്റ്റിസ് ശ്രീ KG ബാലകൃഷ്ണൻ സാറാണ്. അപ്പം അദ്ദേഹം അതിന് വേണ്ടുന്ന നിയമ നടപടികളും കാര്യങ്ങളും ഒക്കെ എടുത്തു. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒക്കെ സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ടോടുകൂടി അത്യാവശ്യ കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ. നമുക്ക് അധികാരം വിനിയോഗിക്കാൻ പറ്റില്ല, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് റിസൾട്ട് ഉണ്ടായി. പിന്നെ എൻഡോസൾഫാൻ തന്നെയല്ല, നമ്മൾ ഒട്ടനവധി ദേശീയ ലെവലിലുള്ള വിഷയങ്ങളൊക്കെ ഇടപെടുന്നുണ്ട്. എൻഡോസൾഫാൻ കുട്ടനാട് പാക്കേജ്, അതുപോലെ ആലപ്പുഴ എയർപോർട്ട്, കർണാടകയിലെ വെളുത്തനാട് സൗജന്യ കേസ്, അതുപോലെ DKDB IAS എന്ന് പറയുന്ന ബാങ്കുകൾ, അങ്ങനെ ഫ്രീഡം പാർക്കിലൊക്കെ നമ്മളെ ധർമ്മ നടത്തുകയും ശരിക്കും പറഞ്ഞാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സപ്പോർട്ട് ഒത്തിരി കേരളത്തിൽ തന്നെ ഒരു വലിയ വിഷയം ഉണ്ടായിരുന്നു. ഇവിടെ തങ്കിപ്പള്ളി, ആലപ്പുഴ ജില്ലയിൽ കടക്കരപ്പള്ളിയും തങ്കിപ്പള്ളിയും എന്ന് പറയുന്നത് ചേർത്തല താലൂക്കിൽ ഒരു 180 മീറ്ററോളം ഒരു വരുന്ന ഒരു പുഴയുടെ മുകളിൽ കൂടെ ഒരു പാലം പണിയുന്നതിന് വേണ്ടി 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെതിരെ നമ്മൾ ശക്തമായിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനോട് റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ
അന്നത്തെ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ പാസ്സാക്കിയെന്നുള്ള വിവരം കൂടി നമ്മൾ അറിയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മറുപടിയിലുണ്ടായിരുന്നു. അതുപോലെ ഈ പറഞ്ഞ പോലെ റെയിൽവേ സംബന്ധമായിട്ടുള്ള പള്ളിക്കാർമിക റെയിൽവേ മിനിസ്റ്ററായിരുന്നു ബാംഗ്ലൂർ കർമ്മലര എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് സംഘടനയിൽ ഇപ്പോൾ ഉപ്പള റെയിൽവേ സ്റ്റേഷൻ ഇതേവസ്ഥയായിരുന്നു. 2019 ശ്രീ പീയൂഷ് ഗോയലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹം അവിടെ വേണ്ടുന്ന സഹായങ്ങൾ മനസ്സിലാക്കുന്നതിനെതിരെ സജീവമായി. അതുപോലെ ഈ മറ്റൊരു കാര്യം വളരെ സന്തോഷം തോന്നിയത് ഭക്ഷണത്തിലുള്ള മായഞ്ചാരത്തിനെതിരെ ശക്തമായ നിലപാട് നമ്മൾ അത്യാവശ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഈ പറയുന്ന പോലെ ഒരു ബോധവൽക്കരണമൊക്കെ ആവശ്യമാണ്. എല്ലാവരും നമ്മൾക്ക് ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. നമ്മളിപ്പോൾ ഏത് സർക്കാരാണെന്ന് പറഞ്ഞാലും ഭരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ശ്രദ്ധയപ്പെടുത്തുക. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനമാണ്. നമ്മളാൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പിന്നെ കുറ്റം കൊണ്ട് കാര്യമില്ല. അപ്പൊ അവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിൽ നിന്നും അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിച്ചുകൊണ്ട് അതിന്റെ വിജയം നേടുക എന്നുള്ളതാണ് നമ്മൾ. ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞ പോലെ ക്യാൻസർ ഒരു വലിയ ഭവിഷ്യത്തായിട്ട് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ക്യാൻസർ രോഗികൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മുടെ മുന്നിൽ കാണുമ്പോൾ അവർക്ക് ചികിത്സാ നിധിയെ പലപ്പോഴും അശരണരായ കുടുംബങ്ങളാണ് അല്ലേ. അത്താഴ പട്ടിണിക്കാരനായിട്ടുള്ള കൂലിവേല പണിക്കാരന്റെ കുടുംബങ്ങളിൽ ഒരു ക്യാൻസർ പേഷ്യൻ അത്തരം ക്യാൻസർ സാഹചര്യങ്ങളിലല്ലേ അന്ധകാരപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിന് ഇവിടെ നമ്മൾ ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ അവരെ ലിഫ്റ്റ് ചെയ്തതിന് വേണ്ടി ഒരു ദേശീയ ക്യാൻസർ ചികിത്സാ പദ്ധതി, സൗജന്യ ചികിത്സാ പദ്ധതിക്കാണ് വിഭാവനം. ഇപ്പോൾ 1 ലക്ഷം പേർക്കാണ് അതിനകത്ത് ആനുകൂല്യം കിട്ടേണ്ടത് അല്ലേ. ആ പദ്ധതി എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് എല്ലാ വാർഡിലും ഒരു മെമ്പർമാരുണ്ട്. ഈ ക്യാൻസർ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തൊക്കെ ചെയ്യാമെന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മളൊരു പ്രീമിയം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മൾക്കിപ്പം ഒരു NGO ആണ്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പുത്തുമലയിലെ പ്രളയത്തിൽ, വയനാട് ജില്ലയിലെ പുത്തുമലയിലെ പ്രളയത്തിൽ നമ്മളാണ് ശരിക്കും സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഇവർ ഈ ക്യാമ്പിൽ നിന്നൊക്കെ തിരിച്ചു പോകുമ്പോൾ അവർക്കൊരു ഭവനം ഉണ്ടാവണമെന്നുള്ളത്. ആ പ്രോജക്റ്റ് അന്നത്തെ സർക്കാർ, അതാണ് നമ്മുടെ സർക്കാരിനെ കുറ്റം പറയാൻ പറ്റുന്നില്ല. അത് അന്നത്തെ XMLA ആയിട്ടുള്ള ശ്രീ ശശീന്ദ്രൻ MLA-യുടെ നേതൃത്വത്തിൽ കലക്ടറും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂടി ആശയത്തോട് യോജിച്ചുകൊണ്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ പിറ്റേ ദിവസം അന്നത്തെ കണ്ടപ്പള്ളി രാമചന്ദ്രൻ സാറായിരുന്നു ചാർജിലുള്ള മന്ത്രി. അദ്ദേഹവും പറഞ്ഞു അടിയന്തരമായിട്ട് ഒരു യോഗം വിളിക്കുന്നപ്പോൾ കലക്ടറേറ്റ് വിളിച്ചു കൂട്ടിയ യോഗത്തിൽ ഇത്ര വീടിൻ്റെ എന്ന് പറഞ്ഞാൽ സർക്കാർ പിന്നെ അതുപോലെ അവരുടെ അക്കൗണ്ടിലേക്ക് ഇത്ര രൂപ കൊടുക്കും, ബാക്കി പൈസ ചെയ്യാൻ പറ്റുന്ന NGO എന്നുള്ള ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെട്ട ഇത്രയേ ഉള്ളൂ. അവർക്ക് സ്വന്തമായിട്ട് ഭൂമി കൊടുക്കണം, അവരുടെ പേരിലായിരുന്നു. അതിനുശേഷം ഈ വീടുകൾ മൊത്തം വേണം നമ്മൾ വെച്ചു കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ സംഘടനയുടെ സംവിധാനം അനുസരിച്ച് അതിനുള്ള ഇല്ലെങ്കിൽ പോലും നമ്മളുടെ ആശയത്തോട് പലരും യോജിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് പോലും വെച്ച് കൊടുക്കണം. നമ്മുടെ അവസ്ഥയ്ക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമുക്ക് വേറെ വരുമാന മാർഗ്ഗമില്ല. എങ്കിലും നമ്മൾ ഏറ്റത് അതുകൊണ്ട് നമ്മൾ ചാടിക്കയറി 5 വീടുകൾ ഇന്നും ദൈവം സഹായിച്ച് നമുക്ക് ആ വീട്ടിൽ അവിടെ ചെല്ലാൻ പറ്റുന്നൊരവസ്ഥയാണ്. കാര്യം ചോർച്ച പോലും ഇല്ലാത്ത വീടെന്ന് പറയാം. നമ്മുടെ 5 വീട് തന്നെ. അപ്പോൾ ജനങ്ങൾക്കറിയാം ഞങ്ങൾ ഏറ്റാലും ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നത്. പിന്നീട് ആ സമയത്താണ് നമ്മുടെ NH 766 രാത്രി യാത്രാ നിയമം കോഴിക്കോട് റോഡിലെ ബത്തേരി എന്ന് പറയുന്ന പ്രദേശമേ ഇല്ലാതാവുകയാണ്. ആ സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ നമുക്ക് കക്ഷി ചേരാൻ പറ്റും. കേസിൽ കക്ഷി ചേർന്നു. ഇപ്പോഴും ആ കേസ് നടക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു പിരിവ് പോലും ഇല്ലാതെ ഞങ്ങൾ ഈ കാര്യത്തിലേക്കാണ്. അപ്പോൾ ഞാനിപ്പോഴും അതിൻ്റെ അത്ഭുതത്തോടുകൂടി ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പം ഇങ്ങനെ ഒരു ദേശീയ ക്യാൻസർ സുരക്ഷാ ബോധവൽക്കരണ പദ്ധതി അന്താരാഷ്ട്ര ക്യാൻസർ ദിനത്തിൽ തുടങ്ങുകയാണ്. ഏകദേശം ഒരു 20 കോടി രൂപ വേണം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഈ 1 ലക്ഷം പേർക്ക് 2000 രൂപ വെച്ച് ക്യാൻസർ സുരക്ഷ ഒരുക്കണം. ഇതെങ്ങനെ സാധിക്കും? ഇത് നമ്മളിപ്പോൾ ദൈവത്താഴ്ച നമുക്ക് ഈ നിയമപരമായിട്ടുള്ള NGO-യുടെ എല്ലാ പേപ്പേഴ്സ് എല്ലാം ഉണ്ട്. ഇത് നമ്മളിപ്പം അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ ഒരു വാർഡിലാണെങ്കിൽ പോലും ഒരു വാർഡ് മെമ്പറിനെ സമീപിച്ചാൽ പോലും അവിടെ ഇതൊരു വലിയ തുകയായിട്ടില്ല. നമുക്കൊരു BPL ഇതിൽപ്പെടുന്ന നിവൃത്തി
ഈ 1 ലക്ഷം എന്നുള്ളത് സാമ്പത്തികമുള്ളവർ അതേ രീതിയിൽ തന്നെ അവരെ ഈ പരിരക്ഷയെ കൊണ്ടുവരികയും ഇല്ലാത്തവരെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതിന് നമ്മൾ ഇപ്പോൾ ഇന്ത്യ മൊത്തം നമ്മളുടെ ബ്രാഞ്ചുകളുണ്ട്. ഈ ഉദ്ഘാടനം അന്താരാഷ്ട്ര ക്യാൻസർ ദിനമായ ഫെബ്രുവരി 4 ആയതുകൊണ്ട് നാഷണൽ കമ്മിറ്റിയുടെ തീരുമാനമെടുത്തതാണ് നമുക്ക് കേരളത്തിൽ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും പലപ്പോഴും മലനാട് ജീവി ഇങ്ങനെ മനുഷ്യാവകാശ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം എന്ന് പറയുന്നത് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാകാത്ത രീതിയിൽ സർക്കംസ്റ്റാൻസസ് എല്ലാം എതിരായി നിൽക്കുകയാണ്. ഭക്ഷ്യസുരക്ഷ ഇല്ലായ്മ, അതുപോലെ കെമിക്കൽ പെസ്റ്റിസൈഡിന്റെ നിർലോഭമായ ഉപയോഗം, ജനറ്റിക് വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ ജനനത്തിൽ തന്നെ അവർക്ക് മനുഷ്യാവകാശത്തിൽ നന്നായിട്ട് ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുകയാണ്. കാസർഗോഡ് അടക്കമുള്ളത്. അപ്പൊ അത്തരം കുഞ്ഞുങ്ങളുടെ പേരൻസ്, എനിക്ക് എപ്പോഴും പറയാനുള്ളത് ബൈസ്റ്റാൻഡറാണ് ഈ അനുഭവിക്കുന്നത്. കുഞ്ഞുങ്ങൾ കിടപ്പിലായി പോയി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ നോക്കുവാൻ ആ അമ്മമാരും അച്ഛന്മാരും മറ്റുള്ള ജോലികളൊക്കെ ഉപേക്ഷിച്ച് അവിടെ നിൽക്കുമ്പോൾ ആ വീടിന്റെ അർത്ഥപത്രത്തിലേക്ക് ഇറങ്ങി നയിക്കുക. അവിടെ ബഹുമാനോടെ സുപ്രീം കോടതി ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു എൻഡോസൾഫാൻ വിക്ടിം ആയിട്ടുള്ള ആളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ നൽകുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. നാളിതുവരെയായിട്ട് ഇവിടെ ആരൊക്കെ ഭരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടോ നാളിതുവരെയായിട്ട് അവരോട് ഇനിയും ശേഷിച്ച 2000 പട്ടികയിലുള്ള നിങ്ങൾ കാസർഗോഡുണ്ട്. മലനാട് ജീവി കാണിച്ചു കൊടുത്ത ഇടുക്കിയിൽ 1500 പേര് ഉണ്ടെന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് നമുക്ക് കിട്ടിയ മറുപടി. അവരില്ല എന്നല്ല, അവരെ സംരക്ഷിക്കേണ്ട ചുമതല ഇടുക്കി പഞ്ചായത്തിനാണ്, പഞ്ചായത്ത് ഭരണകൂടത്തിനാണ്, ഇടുക്കി ജില്ലാ ഭരണകൂടത്തിനാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഇവരെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇവർക്ക് നൽകാനുള്ള ആ ഒരു ചെറിയ അവകാശമാണ്. ആ പൈസ കിട്ടിയാൽ ആ അമ്മമാർക്ക് വേണമെങ്കിൽ ഒരു ചെറിയ മുട്ടാങ്ങളായിട്ടായാലും അടുത്തൊരു ഉപജീവന മാർഗം നോക്കണം അല്ലേ? അവരതിനുവേണ്ടി ഒരു സമരം തുടങ്ങി ഇന്ന് വരെ ആ സമരപന്തലിൽ ഒരുപക്ഷെ ഇന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രി അവർക്ക് മധുരനാരങ്ങ കൊടുത്തിട്ട് കാണുന്ന അദ്ദേഹത്തിന്റെ പര്യടനം തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അവിടെ പോയി നമ്മുടെ മലനാട് ജീവി കണ്ട നമ്മുടെ ഉണ്ണിത്താൻ, രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഇന്ന് നിയുക്ത മെമ്പർ ഓഫ് പാർലമെന്റ്. അദ്ദേഹത്തിന് ഈ വിഷയം കുറച്ചുകൂടി ശക്തമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ച് ഒരുപക്ഷെ സർക്കാരിന് കേരളം ഭരിക്കുന്ന സർക്കാരിന് പൈസ ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്നുള്ള സാമ്പത്തികം ലഭിച്ചാൽ മാത്രമേ അവരെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് മലനാട് ജീവിക്ക് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് കിട്ടിയ മറുപടി അങ്ങനെയാണ്. അപ്പൊ എന്തായാലും ഈ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഇതിനകത്തൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് വരെ നമുക്കതിന് ഇടപെടണ്ടേ? തീർച്ചയായും. ഇപ്പൊ പറഞ്ഞില്ലേ, രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ അവർക്കൊരു പരിമിതി ഉണ്ട്. ഇതുപോലുള്ള നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആകുമ്പോൾ അതിന്റെ റിപ്പോർട്ട് കൃത്യമായിട്ടും സമർപ്പിക്കുകയാണെങ്കിൽ എവിടെ നിന്നാണ് സഹായം എത്തിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്കും കൂടെ ആലോചിക്കാവുന്ന. തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പല NGOകളും ഇന്ന് ഇവിടെ ചെയിൻ ഓഫ് ഹോസ്പിറ്റൽസ് നടത്തുന്ന കേരളത്തിലെ വളരെ പ്രഗത്ഭരും പ്രശസ്തമായിട്ടുള്ള ഒരുപക്ഷെ മതത്തിനെയും കൂടെ കൂട്ടുപിടിച്ചിട്ടുള്ള NGOs എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വിശേഷ എടുത്തു പറഞ്ഞാൽ ബിലീവേഴ്സ് ചർച്ചൊക്കെ അല്ലെങ്കിൽ മഠം അടക്കമുള്ളവർ ആശുപത്രികൾ മന്ദിരാലയങ്ങൾ നടത്തുന്നത് വിദേശ ഫണ്ടുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അല്ലേ? ഇപ്പൊ ഈ കേരളത്തിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ വിദേശ ഫണ്ടുകൾ സ്വീകരിച്ചിട്ടുള്ള 2 സ്ഥാപനങ്ങൾ ഇവരെന്നിരിക്കെ $400 ബില്യൺ കേരളത്തിലെ പെൺകുട്ടികൾ അനീമിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിൽ നിന്ന് ബിലീവേഴ്സ് ചർച്ച് കൈകാര്യം ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇതൊക്കെ പ്രോപ്പറായിട്ട് വിനിയോഗിച്ചാൽ ഇവിടെ മറ്റൊരു സംഘടനയ്ക്ക് പ്രവർത്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ശരിയല്ലേ? അപ്പൊ ഇപ്പൊ അങ്ങനെപ്പോലുള്ള സംഘടന മുന്നോട്ട് വരുമ്പോൾ എനിക്ക് സമൂഹത്തിൽ പറയാനുള്ളത്, നിങ്ങൾ നൽകുന്ന ഓരോ തുകയും വ്യക്തമായി ഉപയോഗപ്പെടുത്തുകയും അതിന് പ്രോജക്റ്റുകൾ ഉണ്ടാക്കുകയും അതിന് കണക്കുകൾ കാണിക്കുകയും സമൂഹത്തിന് വേണ്ടി മൊത്തം പണവും നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനവാദം. എന്തുകൊണ്ട് നമുക്ക് ഇത്തരം 20 കോടി എന്ന് പറയുന്നത് നിസ്സാരമാണ്. ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ CSRന്റെ 11 പോലും ഇതില്ല. ഇവിടുത്തെ ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ CSR ഉണ്ട്. അനാവശ്യമായി കാണുന്നത് പലതും CSR എന്നുള്ള രീതിയിൽ പലപ്പോഴും പ്രയോജനപ്പെടുത്തുന്നത് ഇവിടുത്തെ മറ്റ് ഇതര സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അല്ലേ? അപ്പൊ അവിടെ ഈ ഒരു പ്രവർത്തനം ഇത് ക്യാൻസറിനെതിരെയുള്ളൊരു യുദ്ധമാണ്. അവിടെ നമ്മുടെ കൂടെയുള്ള സഹജീവികൾ അവർക്ക് ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നതിനെതിരായിട്ടാണ് ഇന്ന് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ പറഞ്ഞു വരുന്നത്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ തുക കണ്ടെത്താൻ ഉപയോഗിക്കാൻ പറ്റുന്നത് CSR ഫണ്ട് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള പദ്ധതികളും അതിനുള്ള പേപ്പറുകളും എല്ലാം നമുക്ക് കൊണ്ടുതരുന്നത്. തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് ഈ എൻഡോസൾഫാൻ വിക്ടിംസിന്റെ കാര്യത്തിലും ഈ ക്യാൻസറിന്റെ വിഷയത്തിലും ഇവിടെ വില്ലനായി വരുന്നത് ഭക്ഷണത്തിലെ മായം. അപ്പം മലനാട് ജീവി ഒരു കേരള യാത്ര നടത്താനിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന്റെ ഈ ഒരു യാത്രയെക്കുറിച്ച് മനസ്സിലാകുന്നത്. അപ്പം നമ്മളോട് NGOs ഒക്കെ സഹകരിക്കുന്നുണ്ട്. മലനാട് ജീവി മുന്നോട്ടിരിക്കുന്ന ആശയം ഭക്ഷ്യസുരക്ഷയാണ്. കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് തന്നെ ഭക്ഷ്യസുരക്ഷയുള്ള കാലം ഉണ്ടാകും. അറ്റ്ലീസ്റ്റ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ, കുടിക്കാൻ കഴിയും തരുന്ന ശുദ്ധജലത്തിൽ ഒരു തരത്തിലുള്ള മായം ഉണ്ടാകുന്നതെന്നാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനോടും ഇനി നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ കുടിവെള്ളത്തിനകത്ത് കോളിഫോം ബാക്ടീരിയ അടക്കമുള്ളതുണ്ടോ, ഇനി അതല്ല pH വാല്യൂ 7 ഉള്ള വെള്ളമാണോ കുപ്പികളിൽ അടച്ച് നമുക്ക് വെള്ളം ശുദ്ധജലം എന്ന് പറഞ്ഞ് തരുന്നത്. ഇക്കാര്യത്തിലാണ് മലനാട് ജീവി മുന്നോട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം.
രണ്ട് കൂട്ടരും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. NSFകാരും അതുപോലെ തന്നെ പക്ഷാന്തരമായോ നിങ്ങളുടെ ഇതിനകത്ത് ചെയ്തു കഴിഞ്ഞ കാര്യങ്ങൾ കൊണ്ട് മലനാട് ജീവി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഒരു ജീവകാരുണ്യ വാർത്താ ചാനൽ എന്നുള്ള നിലയിൽ പ്രകാശനത്തിൽ എനിക്ക് 10-15 വർഷം മുമ്പാണ് അല്ലേ നമ്മൾ ഒന്നിച്ച് കാണുന്നത്. ബാംഗ്ലൂർ ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് നഴ്സിംഗ് സയൻസ് ആണ് നമ്മളെ അദ്ദേഹത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത്. അവിടെ വന്ന് മാവേലിക്കരയിൽ ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് മനുഷ്യാവകാശ പ്രവർത്തകരെല്ലാം ഒന്നിച്ചു കണ്ടപ്പോൾ സന്തോഷമുണ്ട്. ഇത്രയേറെ പേരെ ഒന്നിച്ചൊരു കുടക്കീഴിൽ അല്ലെങ്കിൽ ഈ ഒരു പേരിന്റെ അടിയിൽ കൂട്ടാൻ കഴിയുമെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് വളർന്ന് ഇന്ത്യ ഉണ്ടായിരുന്നു അല്ലേ? അപ്പം ഈ വിഭാവനം ചെയ്തിരിക്കുന്ന ഇത് ചെറിയ പദ്ധതിയാണ്. എന്നെ സംബന്ധിച്ച് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇനിയും ചെയ്യാനുണ്ട് പ്രകാശ് ചികിത്സയിലേക്ക്. അപ്പൊ അത് അനവധി മുന്നോട്ട് പോട്ടെ. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന വലിയ ജനകീയ പുസ്തകമാണ്. എങ്ങനെയാണ് അന്ന് ഈ 10 വർഷം മുമ്പ് മലനാട് ജീവി എന്ന് പറയുമ്പോൾ അങ്ങേക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മളുടെ ഈ 10-15 വർഷത്തെ മാധ്യമസമിതിയിൽ 75ഓളം പേർക്ക് വീടുകൾ വെച്ച് കൊടുക്കുന്നതിനും അച്ഛൻലോകൽ അരിമുഖ റോഡുകളുടെ വികസനത്തിനും അതുപോലെ തന്നെ കുട്ടനാട് പട്ടശന്റെ പദ്ധതി ഞാൻ പറഞ്ഞു. ആ പദ്ധതിയുടെ പ്രവർത്തനത്തിന് വേണ്ടി മുന്നോട്ട് പോകും. മോഹൻലാൽ അടക്കമുള്ള ആളുകളുടെ NGOs അവിടെ 300 വീടുകാർ നിങ്ങൾ കുടിവെള്ള പദ്ധതി അവതരിപ്പിക്കാൻ പറ്റുന്ന നേതൃത്വം വഴിയും മോഹൻലാലും കൂടെ ചേർന്ന് മലനാട് ജീവിയുടെ ആ ഒരു പൊട്ടൻ കേസായിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനൊരു മാധ്യമ ഇടപെടൽ എങ്ങനെയാണ് കാണുന്നത്? ഇല്ല, മലനാടെന്ന് പറയുന്നത് ഞാൻ കണ്ടത് നമ്മുടെ ശ്രീ ഗോപി ചമ്മണ്ണന്റെ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിലൂടെ അന്നൊരു ജില്ലയിൽ ഒരു 2 കോടി രൂപ വില വരുന്ന ഒരു ബ്ലഡ് ബാങ്ക് തന്നെ, അതായത് മെഷീനറിയോട് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അന്ന് എനിക്ക് തോന്നുന്നത് ചെങ്ങന്നൂരിൽ വെച്ചുള്ള സ്വീകരണത്തിൽ മലനാടായിരുന്നു. പിന്നീട് 2013 മാനവിക നമ്മുടെ സർട്ടിഫിക്കറ്റ് മാഗസീനല്ല മാനവിക എന്ന് പറഞ്ഞ എൻ്റെ അവാർഡ് പരിപാടിയിൽ 2013 നമ്മൾ ഭൂമി ഓഡിറ്റോറിയത്തിൽ വെച്ച് അന്ന് നമ്മൾ ഈ പറയുന്ന 1300 പരം സിറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ഓഡിറ്റോറിയത്തിൽ 1500 പരം ആൾക്കാർ രാഷ്ട്രീയത്തിന് അധീനമായിട്ട് ഉണ്ടായിരുന്നത് നിങ്ങൾ കണ്ടതാണ്. അതുമുതൽ നിങ്ങളൊരു ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ ഇതുപോലെ ചാരിറ്റിയാണ് ഞങ്ങളുടെ കൂടുതൽ ലക്ഷ്യം. ഇതുപോലെ നമുക്ക് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കൊരു പരിചയപ്പെടലിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾ വന്നിട്ട് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷം തോന്നി. മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെങ്കിലും ജനങ്ങളെ അറിയിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. അതിലൂടെ ഒത്തിരി ആൾക്കാർ രക്ഷപ്പെടും. തീർച്ചയായിട്ടും ഇതൊരു PR വർക്ക് മാത്രമല്ല, മലനാട് TV ഒരു മാധ്യമം എന്നുള്ളതല്ല, അതൊരു സർവീസായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഈ പരിപാടി നമ്മുടെ സർവീസാണ്, നമ്മുടെ കണ്ടന്റാണ്. ഇത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഇടപെടൽ സാമൂഹ്യമായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാകും. എന്തായാലും ലോകം ക്യാൻസർ ദിനം ആചരിക്കേണ്ട സാഹചര്യമാണ്. ക്യാൻസറിനെ ഓർക്കാനും ക്യാൻസറിനെ കുറിച്ച് ചിന്തിക്കാനും ക്യാൻസറിനെ കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് ഒരു ക്യാൻസർ ദിനമാണ് വരുന്നത്. ഈ February 4 എന്നുള്ള ആ ഒരു ദിനത്തിന്റെ ആ ക്യാൻസർ ദിനം എന്നുള്ള പേര് പോലും മായ്ക്കുന്നതിന് ലോകരാജ്യങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം കഴിഞ്ഞു. ഇന്ന് ലോക പോലീസ് എന്ന് പറയുന്ന അഭിമാനിക്കുന്ന അമേരിക്കയിൽ പോലും ജനറ്റിക് ഡിസോർഡറുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥം പെസ്റ്റിസൈഡ് മാഫിയാണ് ലോകം ഇന്ന് നിയന്ത്രിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് പോലും ഈ പറയുന്ന പെസ്റ്റിസൈഡിനെ ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമായ ശ്രീലങ്ക പെസ്റ്റിസൈഡ് ഫ്രീ നേഷനായി ഒന്ന് അനൗൺസ് ചെയ്തു. അതിന്റെ പിറ്റേന്ന് തന്നെ അരാജകത്വമാണ് ഉണ്ടാകുന്നത്. ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമുക്ക് ഇന്നൊരു പെസ്റ്റിസൈഡ് ഫ്രീ ഓർഗാനിക് ആയിട്ടുള്ള ഒരു രാജ്യമാകണം, ഭക്ഷ്യസുരക്ഷ ഉണ്ടാകണം, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളില്ലാത്ത ആരോഗ്യമുള്ള ഒരു ബൗദ്ധികമായും ശാരീരികമായും ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കണം. ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള സ്വപ്നങ്ങൾ. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് അധികാര കേന്ദ്രങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നവരാണ് അതിന് തുനിയേണ്ടത്. ഏതൊരു മാഫിയാണെങ്കിലും അവരുടെ എത്ര കോടികൾ വരുന്ന പാർട്ടി ഫണ്ടാണെങ്കിലും അത് സ്വീകരിക്കാതെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിനെ വാർത്തെടുക്കാൻ അധികാരികൾക്ക് കഴിയട്ടെ. നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അധികാരവർഗത്തിലും കൂടുതൽ വേഗത്തിൽ തന്നെ ഭക്ഷ്യസുരക്ഷയുടെ ഒരു രാഷ്ട്രം, അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് ഫ്രീ ഇന്ത്യ, ക്യാൻസർ വിമുക്ത ഭാരതം എന്നുള്ള സ്വപ്നം ഉണ്ടാക്കി തന്നെ സാധിക്കട്ടെ ആശംസിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. You are watching India's first NGO television, Malanadu TV India.